എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സെക്യൂരിറ്റി പറയുക, എൻ്റെ സാറേ, എനിക്ക് ഈ ദിവസങ്ങളിൽ ഒരു നെഞ്ചുവേദന വന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വളരെ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴേ അവർ പറഞ്ഞു അത് ഒരു ECG നോക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ ടെസ്റ്റുകൾ പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് പറഞ്ഞ് ICUവിലോട്ട് കയറ്റിക്കോ, ബ്ലോക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഹോസ്പിറ്റൽ നേഴ്സാണ്, സാധുക്കളാണ്, ചെന്നൈ ആശുപത്രി പിഴിയുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഹോസ്പിറ്റലാണ്, കോട്ടയം ജില്ലയിലുള്ള ഹോസ്പിറ്റലാണ്. അത് എടുക്കും, അവർ കിഡ്നി എടുക്കും എന്നുള്ള ഒരുറപ്പിൽ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പണം മേടിക്കും എന്നുള്ള ഉറപ്പിൽ ഇവരവിടുന്ന് വേറൊരു ചെറിയ ഡിസ്പെൻസറി ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നും അല്ലായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിനൊരു ചെറിയ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. തലേ ദിവസങ്ങളിലൊക്കെ 2-3 പ്രാവശ്യം ചക്കയോ ചക്കപ്പഴമോ ഒക്കെ തിന്നതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു ചെറിയ മസിൽ പെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റൽ പറഞ്ഞത് ചില കേസുകളിൽ ദൂരം ഒരു പ്രശ്നമാണെന്ന് അവർ തന്നെ പരസ്യം കൊടുത്തേക്കുന്നത്. ചില കേസുകളിൽ ദൂരം ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ദൂരോട്ടൊന്നും കൊണ്ടുപോയി ആൾ തട്ടിപ്പോവും, കയ്യോടെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണമെന്ന്. ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഒരു സ്നേഹിതൻ്റെ അമ്മായിപ്പനെ കൊണ്ടുവന്ന് കയറ്റി. അമ്മായിപ്പനെ കൊണ്ടുവന്ന് കയറ്റിയതല്ല, അമ്മായിപ്പം റബ്ബർ വെട്ടാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ നെഞ്ചുവേദന വന്നു. അദ്ദേഹം നടന്ന് ആ ഹോസ്പിറ്റലിലോട്ട് വന്നു. നടന്ന് ഹോസ്പിറ്റലിലോട്ട് വന്ന മനുഷ്യൻ പറഞ്ഞു, അവിടെ വന്നപ്പോൾ അവരോട് പറഞ്ഞു, ഒരു ചെറിയ നെഞ്ചുവേദന പോലെ തോന്നുന്നു, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. എന്നതാണേലും കയറ്റി ഉടനെ തന്നെ ICU കിടത്തി, അതും ഇതും എല്ലാം ചെയ്തു. എന്നതാണേലും 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ബോഡി വിട്ടുകൊടുത്തു. നടന്നു വന്ന മനുഷ്യൻ പെട്ടി തോളെ കയറി വീട്ടിൽ പോയി. ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ നമ്മൾ അധികമായി ശ്രദ്ധിക്കണം. അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു നെഞ്ചുവേദന വന്നാൽ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുക. എല്ലാവരും കൂടി എടുത്തിട്ട് തോർത്തൊക്കെ വീശി സെറ്റപ്പാക്കി വണ്ടിയുടെ 4 വശം ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഓടിച്ചങ്ങ് ആശുപത്രിയിലോട്ട് കൊണ്ട് കയറ്റി. ആ ചിലവ് കാണുമ്പോഴേ അവന്മാർക്കറിയാം നമുക്കൊരര വന്ന് വീണു. ഉടനെ തന്നെ അങ്ങോട്ട് കയറ്റി ഇവർ പറയും 3 ബ്ലോക്കുണ്ട്, 4 ബ്ലോക്കുണ്ട്, 3 ബ്ലോക്കുണ്ട്, മിക്കവാറും 3 ബ്ലോക്കെന്നാണ് പറയുന്നത്. ഈ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ശരിക്കും ആൻജിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ് ആദ്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞരമ്പിനകത്തൂടെ ഒരു ക്യാമറ കയറ്റി വിട്ടിട്ട് എവിടെയാണ് ഈ ബ്ലോക്ക് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു പടമെടുക്കും. അതിന് ശരിക്കും പറഞ്ഞാൽ നമുക്കിതിൻ്റെ CD തരണം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ബ്ലോക്ക് ഉള്ളിടത്ത്, ഞരമ്പിനകത്ത് ചെറിയ ബ്ലോക്ക് ഉള്ളിടത്ത് ഒരു മിഷ്യൻ ചെന്നിട്ട്, ഒരു ജാക്ക് ഹാമർ പോലത്തെ ഒരു മിഷ്യൻ ചെന്നിട്ട്, അതിൻ്റെ ഹാമർ വെച്ച് ആ ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് കളയും. അതിനെയാണ് ശരിക്കും ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. എന്നിട്ട് ഈ പൊട്ടിച്ച് കളഞ്ഞിടത്തുനിന്ന് ഈ കഷ്ണമെല്ലാം ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അവിടെ ഒരു സ്റ്റെൻഡ് എന്ന് പറയുന്ന ഒരു ഓസ് കൊണ്ടുവരും. ഒരു ചെറിയ ഓസ്, സ്റ്റെൻഡ് എന്ന് പറയുന്നത് ചുരുണ്ട് കൂടിയിരിക്കും. ആ ഓസ് കൃത്യം ആ ബ്ലോക്ക് ഉള്ളിടത്ത് വരെ കൊണ്ടുവന്നിട്ട് ഈ സ്റ്റെൻഡ് ഇച്ചിരി വലുതാക്കി വെക്കും. അപ്പം ഞരമ്പിന് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒപ്പമോ അതിലല്പം കൂടെ കൂടുതൽ വലുപ്പത്തിൽ ഈ സ്റ്റെൻഡ് വലുതാക്കി വെക്കും. ഈ സ്റ്റെൻറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് 7,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ഇതിൻ്റെ വില, ഒരു സ്റ്റെൻറ്റിൻ്റെ വില. ഈ ഒരു 7,000 രൂപ വിലയുള്ള 7,000 മുതൽ സ്റ്റെൻറ്റിന് വിലയുണ്ട്. അപ്പോൾ 3 സ്റ്റെൻറ്റ് 7,000-ൻ്റെ ഇടുകയാണെങ്കിൽ 21,000 രൂപയെ അതിൻ്റെ വിലയുള്ളൂ. ഏറ്റവും കൂടിയ സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ 35,000 രൂപയാണ്. അത് 3 എണ്ണം വെക്കണേലും 1,05,000 രൂപ മതി. അപ്പോൾ ബാക്കി മെഷീൻ ചാർജും ബാക്കിയുള്ള ചാർജും ICUവിൻ്റെ വാടകയും AC-യുടെ വാടകയും ബാക്കിയുള്ളതും ബെഡിൻ്റെ വാടക, കസേരയുടെ വാടക, മേസ്തിരി നേഴ്സ് അവിടെ ഇരുന്നതിൻ്റെ വാടക, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാലും ഇത്രയേ വരാനുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം. ഒന്ന്, ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നെങ്കിൽ നമ്മളതിൻ്റെ CD വാങ്ങണം. 2, ഈ സ്റ്റെൻറ്റ് ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്റ്റെൻറ്റുണ്ട്. അതിന് ചില ഗുണങ്ങളുമുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്റ്റെൻറ്റ് നമ്മുടെ ശരീരത്തിലിട്ടാൽ 6 മാസത്തിനുള്ളിൽ വേറൊരു എന്തെങ്കിലും പ്രശ്നം വന്നാൽ
നമ്മൾ 1 രൂപയും കൊടുക്കണ്ട, അവരത് കൈകാര്യം ചെയ്തോളും. ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്റ്റെൻറ്റ് നമ്മുടെ ഉള്ളിൽ വെച്ചാൽ 1 വർഷത്തിനുള്ളിൽ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ പോലും 1 രൂപ കൊടുക്കാതെ കമ്പനിക്കാരനത് ചെയ്തു തരും. അപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്റ്റെൻറ്റ് വേണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ മിക്കവാറും 2 കാര്യം പറയും. ഒന്നെങ്കിൽ ഇവിടെ പറ്റുകയില്ല, അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞങ്ങൾ മരുന്ന് കൊടുത്ത് നോക്കട്ടെ, വേണ്ടി വന്നാൽ സ്റ്റെൻറ്റ് ഇടാം എന്ന് പറയാൻ തുടങ്ങും. അതുകൊണ്ട് കേരളത്തിൽ ഹൃദയമുള്ള ഓരോ മലയാളിയോടും പറയട്ടെ, അവരുടെ ബന്ധുക്കാരോട് പറയട്ടെ, നിങ്ങളുടെ പലരുടെയും ഹൃദയത്തിൽ ഇവിടെ ഇപ്പോൾ സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെറും ലോക്കൽ പ്ലാസ്റ്റിക്കോസാ കയറ്റി ഇട്ടിരിക്കുന്നെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. 7000 രൂപയുടെ സ്റ്റെൻറ്റ് മുതൽ 35,000 രൂപ വരെ വിലയുള്ള സ്റ്റെൻറ്റാണ് ആവറേജ് ഉള്ളതെങ്കിൽ ഈ സ്റ്റെൻറ്റിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്റ്റെൻറ്റ് ഇടണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ ഇല്ലാത്ത ബ്ലോക്കുകൾ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമായിക്കോളും. ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്റ്റെൻറ്റ് നമുക്ക് ഇടണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ ഇല്ലാത്ത ബ്ലോക്കുകൾ നിമിഷ നേരം കൊണ്ട് പൊക്കോളും. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം, ഇങ്ങനെ നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്റ്റെൻറ്റ് ഇടണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ ഈ ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്റ്റെൻറ്റ് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ ഈ ഹോസ്പിറ്റലുകാരോട് ചില രേഖകൾ ചോദിക്കും. അതിലാദ്യത്തെ രേഖയായി CD. ഈ CD പ്രകാരം ഈ വ്യക്തിക്ക് സ്റ്റെൻറ്റ് വേണ്ടതാണോ, ഏത് ഗ്രേഡിലുള്ള സ്റ്റെൻറ്റാണ് വേണ്ടത്, ചുമ്മാതെ ഒരു സ്റ്റെൻറ്റ് കയറ്റി വെക്കുകയാണോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല ഞരമ്പിന് ചുമ്മാ ഒരു സ്റ്റെൻറ്റ് കൊണ്ട് വെച്ചാൽ അതിനകത്ത് ദൂഷ്യമുണ്ട്. ആ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവനറിയാം, പ്രശ്നമില്ലാത്തടത്ത് കൊണ്ട് ഈ സ്റ്റെൻറ്റ് വെച്ചാൽ പിന്നെ ആയ കാലം ഈ സ്റ്റെൻറ്റ് വെച്ച വ്യക്തിക്ക് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അവൻ എടുക്കേണ്ടി വരുന്നത് കൊണ്ട് അവൻ പറയും ഈ സ്റ്റെൻറ്റ് വെക്കാൻ പറ്റില്ല, ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. 90% ഹോസ്പിറ്റലുകളെയും ഇപ്പം വിശ്വസിക്കാൻ മേല. അതുപോലെ നല്ലൊരു ശതമാനം ഡോക്ടർമാരെയും വിശ്വസിക്കാൻ മേല. ഈ നേതാക്കന്മാരെല്ലാം ഹോസ്പിറ്റലുകളുടെ തലപ്പത്ത് വന്നപ്പോഴത്തേന് ഇത് വെറും കഴുത്തറപ്പം കച്ചവടമായി മാറി. വ്യക്തികൾ പിന്നെയും കുറേ പൊറുതിയുണ്ട്. സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ പറയുന്ന നേതാക്കന്മാർ ഈ ഹോസ്പിറ്റലുകളുടെ തലപ്പത്ത് വന്നപ്പോഴത്തേനും അറപ്പ് മാത്രമായി ഹോസ്പിറ്റലുകൾ മാറി, കഴുത്തറപ്പ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയും ഹോസ്പിറ്റൽ മേടിച്ച് വെച്ചിരിക്കുന്ന മെഷീനൊക്കെ പൈസ ഉണ്ടാക്കി തന്നാൽ മതി, ആ പൈസ ഉണ്ടാക്കത്തക്ക രീതി ബില്ലിട്ടു, ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ എഴുതിക്കൂ. ഈ ടെസ്റ്റുകളൊക്കെ എഴുതി കഴിയുമ്പോൾ അവരത് ചെയ്യിക്കും. പലതും ചെയ്ത് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രായമുള്ള എൻ്റെ വൈഫിൻ്റെ അമ്മയ്ക്ക് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലെ ന്യൂറോ ഡോക്ടറോട് എന്ന് പറഞ്ഞു, സാറേ അമ്മയുടെ കാലിൽ ഭയങ്കര വേദനയാണ്. പുള്ളിക്കാരനൊന്നും നോക്കി പോലുമില്ല, ഒരു വലിയ ടെസ്റ്റ് എഴുതി, 10,000 രൂപയുടെ ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തുന്ന സ്ഥലം കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അവസാനം ഒരു ചെറിയ ആശുപത്രി ചെന്നപ്പോൾ ആ കാല് പിടിച്ച് നോക്കിയപ്പോൾ അടിയിൽ ഒരു അരിമ്പാറയായിരുന്നു, ഒരു ആണി. അരിമ്പാറയല്ല, ഒരു ആണി, ഒരു ഫംഗസ് രോഗം. അത് റിലയൻസ് സപ്ലൈ ചെയ്യുന്ന 376 രൂപയുടെ ഒരു മരുന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ചു. ആ ഡോക്ടർ കുറിച്ച് തന്നു, മേടിച്ചു. 8 ദിവസം കൊണ്ട് അത് പോവുകയും ചെയ്തു. മറ്റേത് വലിയ ആശുപത്രി പോയപ്പം 10,000 രൂപ ആ വഴി പോയേനെ. അപ്പോൾ ഒരു കാലയിലുണ്ടാകുന്ന ഫംഗസ് ഉണ്ടാക്കുന്ന ഒരാണിക്ക് ഇത് കൂട്ട് ദ്രോഹമാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം കൊണ്ട് ചെല്ലുമ്പം ഇവർ വെറും ലോക്കൽ പ്ലാസ്റ്റിക്കോസ് അകത്ത് കയറ്റി ഇടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹാർട്ടുള്ളവരെല്ലാം ഈ വീഡിയോ കേൾക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഹാർട്ടുള്ളവരെല്ലാം, ഹാർട്ടില്ലാത്തവർ കേൾക്കണ്ട, കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഹാർട്ടുള്ളവർ കേൾക്കുകയും നിങ്ങൾ നാളെ ഒരു കാലത്ത് നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഇതേപോലെ ആവശ്യത്തിന് പോകുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ 2 കാര്യങ്ങൾ അവരോട് പറയണം. ഒന്ന്, ഞങ്ങൾക്ക് ഇതിൻ്റെ CD വേണം. ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ പറയണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിൻ്റെ CD വേണം, അല്ലെങ്കിൽ അതിൻ്റെ പിക്ചർ വേണം. 2, ഇൻഷുറൻസ് കവറേജ് ഉള്ള സ്റ്റെൻറ്റ് ഇടാൻ പറ്റൂ. ഇത് രണ്ടും കേരളത്തിൽ ഹൃദയമുള്ള സകല മനുഷ്യരും വാശി പിടിച്ചാൽ, ഒരു കാര്യം കൂടി ഇതോട് ചേർത്ത് പറയട്ടെ, എൻ്റെ അറിവിൽ കേരളത്തിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിക്കാരും ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്റ്റെൻറ്റ് ഇടുന്നില്ല.
സർക്കാർ ഹോസ്പിറ്റലുകളാണ് ഈ പരിരക്ഷയുള്ള ഈ ഇൻഷുറൻസ് കവറേജുള്ള സ്റ്റെൻറ്റ് ഇടുന്നത്. അതുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് അറ്റാക്ക് എന്നും പറഞ്ഞ് പോകുന്ന, ബ്ലോക്ക് എന്നും പറഞ്ഞ് പോകുന്ന, നെഞ്ചുവേദന എന്നും പറഞ്ഞ് പോകുന്ന എല്ലാവരും ഇൻഷുറൻസ് പരിരക്ഷയുള്ള സ്റ്റെൻറ്റ് ഇടണം എന്നവരോട് വാശി പിടിച്ച് നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അവർ വെറും ലോക്കൽ സെക്കൻഡ് ഹാൻഡ് പ്ലാസ്റ്റിക് ഹോസ് കയറ്റി വെക്കും, പൈസ 2-2.5 ലക്ഷം മേടിക്കും, അവർ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.